എല്ലാവർക്കും സ്വാഗതം. അക്ഷയ തൃതീയയ്ക്ക് നമുക്ക് ടിൻ ഫ്ലെയിംസിന് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ജേണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും എന്നും രാവിലെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു പീസ്ഫുൾ എനർജി നമ്മുടെ സറൗണ്ടിങ്സിലേക്ക്, യൂണിവേഴ്സിലേക്ക്, മദർ എർത്തിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു പീസ്ഫുൾ എനർജി സ്പ്രെഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്തു തുടങ്ങുക. അത് അക്ഷയ തൃതീയയ്ക്കെന്നല്ല, എല്ലാ ദിവസങ്ങളിലും രാവിലെ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുന്ന ആ പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ചുറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അതായത് ആ ഹീലിംഗ് എനർജി നമ്മൾ ചുറ്റിലേക്കും കൊടുക്കുക. രണ്ടാമതായിട്ട് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആഹാര സാധനങ്ങളായിട്ടോ, വസ്ത്രങ്ങളായിട്ടോ, അതുമല്ലെങ്കിൽ കാശായിട്ടോ ഒക്കെ ഹെൽപ്പ് ചെയ്യാം. ഏറ്റവും നല്ലത് ആഹാര സാധനങ്ങളായിട്ട്. അപ്പോൾ അത് ഏറ്റവും അത്യാവശ്യമായിട്ട് ആർക്കാണോ വേണ്ടുന്നത്, അതായത് ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്ന, ആഹാരം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ വസ്ത്രമില്ലാതെ ഇപ്പോൾ തെരുവിലൊക്കെ ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് നിങ്ങളാലാവുന്നത് ഒരു ജോഡി ഡ്രസ്സെങ്കിലും പറ്റുന്നത് കൊടുക്കുക. അതുപോലെ ആഹാരമായാലും ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കുക. പിന്നെ ഇതൊന്നിനും പറ്റുന്നില്ല എങ്കിൽ അർഹതപ്പെട്ടൊരു വ്യക്തിക്ക്, അത്രയും കാശിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു എമൗണ്ട് കൊടുത്ത് സഹായിക്കാം. അതാണ് നമുക്ക് ഈ ഒരു നല്ലൊരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ഇല്ലാത്തൊരാൾക്ക് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുത്ത് സഹായിക്കുകയാണ്. അതിൽപ്പരം നന്മ നമ്മൾ ഈ ദിവസത്തേക്ക് നമ്മൾ ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ചുറ്റിലുമുള്ള അർഹതപ്പെട്ട വ്യക്തികൾക്ക് നമ്മളാലാകുന്ന ഏതെങ്കിലും ഒരു സഹായം ചെയ്യുക. എൻ്റെ കയ്യിൽ കാശില്ല എന്ന് വിചാരിക്കരുത്, എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം ചെയ്യുക. ഒരു പക്ഷേ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ മെഡിറ്റേഷന് കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. മെഡിറ്റേഷൻ ടൈമിൽ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആകുലതകൾ മനസ്സിലുള്ള സമയത്താണെങ്കിൽ ആ എനർജി ബാലൻസ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരിക. ആ സമയത്ത് എനർജി സ്പ്രെഡ് ചെയ്യാതിരിക്കുക, ഹീലിംഗ് എനർജി സ്പ്രെഡ് ചെയ്യാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ടൈമിൽ നമ്മുടെ എനർജി ബാലൻസ് ചെയ്ത് ഒരു പീസ്ഫുൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ആ ഒരു ദിവസം നിങ്ങൾ ഹീലിംഗ് എനർജി സെൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാശായിട്ട് സഹായിക്കാമെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. 30-ാം തീയതിയാണ് നമ്മുടെ അക്ഷയ തൃതീയ വരുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഏതെങ്കിലും ഭിക്ഷ ചോദിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ലേ, ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് അവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയൊരു തുകയെങ്കിലും അവർക്ക് കൊടുക്കുക. ഓക്കെ, എന്ന് വെച്ച് പിശുക്ക് കാണിക്കണമെന്നല്ല, ഞാൻ ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ഉള്ളവർ അതിനനുസരിച്ച് സഹായിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.